വിഖ്യാത എഴുത്തുകാരനും നിരൂപകനുമായ എം.കെ. സാനു അന്തരിച്ചു. വീണ് പരിക്കേറ്റതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സാനു മാഷിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചു. രാത്രി 9 മണിവരെയാണ് അമൃത ആശുപത്രിയിൽ പൊതുദർശനം. വിവരങ്ങളുമായി അനിൽ ജോർജ് ഉണ്ട്. അനിൽ, തീരാനഷ്ടമാണ് മലയാള സാഹിത്യ ലോകത്തിന്, കേരളത്തിന്. പൊതുദർശനം ഇന്ന് അമൃത ഹോസ്പിറ്റലിൽ 9 മണിവരെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ അതെങ്ങനെയായിരിക്കും? ആരൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക കേരളത്തിൻ്റെയും മുഖമായിരുന്നു സാനു മാഷ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമോ ഒന്നുമല്ല, വളരെ പെട്ടെന്ന് തന്നെ നടത്തിയ ഒരു ക്രമീകരണമായിരുന്നു അമൃത ആശുപത്രിയുടെ ഈ മുൻഭാഗത്ത് ഇത്തരത്തിലൊരു പൊതുദർശനം ക്രമീകരിച്ചത്. പക്ഷേ അറിഞ്ഞും കേട്ടുമൊക്കെ നിരവധി ആളുകളാണ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ പലരുമുണ്ട്. അങ്ങനെ ഒപ്പം തന്നെ ഹൈക്കോടതി ജഡ്ജിമാരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഈ ആശുപത്രിക്ക് മുമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ ഈ സ്ഥലത്ത്. ഇത് ഏതാണ്ട് 9:30 വരെ നീളും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് പ്രമുഖരായ പലരും ഇന്ന് രാത്രി തന്നെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഒരു 10 മണി വരെയോ 10:30 വരെയോ ഈ പൊതുദർശനം മാറും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വസതിയായ കാരക്കാമുറിയിലെ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടെ നിന്ന് 9 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ 9 മണി മുതൽ അല്ലെങ്കിൽ ഒരു 11 മണിയോടുകൂടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഉള്ള ക്രമീകരണം. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ 11 മണി മുതൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് കിടത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അവിടെ വെച്ചാവും പ്രമുഖരായ ആളുകൾ, കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുക. സാഹിത്യ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പൊതുസ്വീകാര്യത അളന്നു നോക്കാൻ പറ്റില്ലാത്ത അത്രവും വിപുലമാണ്. എല്ലാ കാര്യങ്ങളിലും കേരളത്തിൻ്റെ ഒരു മനസ്സാക്ഷി പോലെ അദ്ദേഹം നിലകൊണ്ടു. അവസാന ദിവസങ്ങളിൽ പോലും അദ്ദേഹം കർമ്മനിരതനായ ഒരു വ്യക്തിയായിരുന്നു. ഏതൊരു പരിപാടികളിലും, ഏതൊരു സാംസ്കാരിക പരിപാടിയിലും ഒഴിവാക്കാനാവാത്ത ഘടകമായി അദ്ദേഹം നിലകൊള്ളുകയും ചെയ്തു. എന്നാൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് അദ്ദേഹം കൃത്യമായി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. രാഷ്ട്രീയ രംഗത്ത് മനസ്സുകൊണ്ട് ഇടതുപക്ഷത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുമ്പോഴും അതിനുമപ്പുറം എല്ലാ രംഗങ്ങളിലുമുള്ള ആളുകൾക്കിടയിൽ സർവ്വ ആദരണീയനായി അദ്ദേഹം നിലകൊള്ളുകയും ചെയ്തു. ഇടത് വലത് ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തോട് സ്നേഹവും അനുഭാവവും ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. സുഹൃത്തിനും അപ്പുറം ഒരു തലമുറയുടെ വഴികാട്ടി, മാർഗദർശി, നിരൂപകനുമായ എം.കെ. സാനു മാസ്റ്റർ അന്തരിച്ചു. വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയെ പ്രവേശിപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് ആണ് മരണമുണ്ടായത്. സാനു മാഷിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. രാത്രി 9 മണിവരെയാണ് അമൃത ആശുപത്രിയിൽ പൊതുദർശനം. വിവരങ്ങൾ നൽകുകയായിരുന്നു അനിൽ ജോർജ്.